നമുക്ക് ആദ്യമായിട്ട് ഈ വീഡിയോയിൽ ലീനിയർ സെർച്ച് അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അൽഗോരിതത്തിൻ്റെ പർപ്പസ് എന്താണെന്നതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ദിസ് അൽഗോരിതം വിൽ സെർച്ച് ഫോർ എൻ എലിമെൻറ്റ് കീ. അപ്പോൾ ദ ഇൻപുട്ട് ഫോർ ദിസ് അൽഗോരിതം എന്ന് പറയുന്നത് കീ എന്ന് പറഞ്ഞ ഒരു ഡാറ്റ ഇൻപുട്ട് ചെയ്യും. പിന്നെ വേറൊരു അറേ ഓൾറെഡി ഉണ്ട്, എ എന്ന് പറഞ്ഞൊരു അറേ ഉണ്ട്. ആ അറേക്കകത്ത് n എലിമെൻറ്റ്സ് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ഈ n എലിമെൻറ്റ്സിനകത്ത് കീ എന്ന് പറഞ്ഞ എലിമെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു സെർച്ചിങ് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ സെർച്ചിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നമ്മൾ ശരിക്കും അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സാണ്. സാധാരണഗതിയിൽ നിങ്ങളൊരു വേൾഡ് വൈഡ് വെബ് എടുത്തു കഴിഞ്ഞാലും ഏതൊരു ഗൂഗിൾ സെർച്ച് എൻജിൻസ് എടുത്തു കഴിഞ്ഞാലും ഒക്കെ ബേസിക്കായിട്ട് നടക്കുന്ന ഒരു സെർച്ചിങ് പ്രോസസ്സാണ്. അതിന് ദർ ആർ ഡിഫറെൻറ്റ് അൽഗോരിതംസ് ഫോർ ഡൂയിങ് ദ സെർച്ചിങ് പ്രോസസ്സ്. ലീനിയർ സെർച്ച് ഈസ് വൺ സച്ച് അൽഗോരിതം. ആ ലീനിയർ സെർച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ അൽഗോരിതം എങ്ങനെയാണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ് us ഫസ്റ്റ് ഓഫ് ഓൾ ഈ അൽഗോരിതത്തിന് എന്താണ് ഈ അൽഗോരിതം ചെയ്യുന്നതെന്നുള്ള കാര്യം ഒന്ന് നോക്കാം. നമ്മൾ ആദ്യമേ ഒരു അറേ ഉണ്ടെന്ന്, സപ്പോസ് യു ഹാവ് എൻ അറേ ലൈക്ക് ദിസ്. അറേ അല്ലെങ്കിൽ ഇതൊരു മെമ്മറി ആണെന്ന് സങ്കല്പിക്കുക. ലെറ്റ് us assume that this is the memory of a machine. അതിനകത്ത് കുറേ സെൽസുകളുണ്ട്. ആ സെൽസിനകത്ത് കുറേ ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ അസ്യൂം ചെയ്യുവാണ്, ഞാൻ ഈ അൽഗോരിതത്തിൽ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുന്നു, n എലിമെൻറ്റ്സ് ഉള്ള ഒരു ഡാറ്റ ആദ്യമേ n ഇൻപുട്ട് ചെയ്യണം. ഫസ്റ്റ് ഇൻപുട്ട് ചെയ്യുന്നത് n ആണ്. n ഈസ് ദ ഫസ്റ്റ് ഇൻപുട്ട് ടു ദിസ് അൽഗോരിതം. ഫോർ എക്സാമ്പിൾ, ഇൻപുട്ട് ഓഫ് ദിസ് അൽഗോരിതം ഈസ് ആദ്യമേ n ഈസ് വൺ ഓഫ് ദി ഇൻപുട്ട്. n എന്ന് പറഞ്ഞാൽ എത്ര എലിമെൻ്റ് ആണോ നമ്മൾ അറേയിൽ സ്റ്റോർ ചെയ്യേണ്ടത് അത് ആണ് n എന്ന് പറയുന്നത്. അപ്പോൾ n എന്ന് പറയുന്ന ഒരു നെയിംഡ് മെമ്മറി ലൊക്കേഷനാണ് ആസ് പെർ ദിസ് അൽഗോരിതം. ഈ ലെറ്റ് us assume ദാറ്റ് n-നകത്തൊരു ഒരു 4 എലിമെൻറ്റ്സ് ഉള്ള ഒരു ഇതാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഈ അൽഗോരിതം ആദ്യം എന്ത് ചെയ്യുന്നു, n എലിമെൻറ്റ്സ് ഉള്ള ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്നു. ആ അറേക്കകത്ത് n എലിമെൻറ്റ്സ് സ്റ്റോർ ചെയ്യുന്നു. ഞാൻ ലെറ്റ് us assume ദാറ്റ് ആ അറേയുടെ പേര് എ എന്നാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ അൽഗോരിതം എന്ത് ചെയ്യുന്നു, 4 എലിമെൻ്റ് ഉള്ള ഒരു അറേക്കകത്ത് 4 എലിമെൻറ്റ്സ് ഒരു വലിയ അറേ ഡിക്ലെയർ ചെയ്യും. അതിനകത്ത് 4 എലിമെൻറ്റ്സ് സ്റ്റോർ ചെയ്യും. അപ്പോൾ എ ഓഫ് 0 എന്ന് പറഞ്ഞ ദ ഫസ്റ്റ് എലിമെൻറ്റ് ഓഫ് ദ അറേ അതിനകത്ത് എന്ത് കാണുമെന്ന് ലെറ്റ് us assume ദാറ്റ് ഞാനൊരു 10 എന്ന് പറഞ്ഞൊരു നമ്പർ കൊടുക്കുകയാണ്. എ ഓഫ് 2 എന്ന് പറയുന്നത് സെക്കൻഡ് എലിമെൻറ്റ് ഓഫ് ദി അറേ. എ ഓഫ് 1 എന്ന് പറയുന്നത് സെക്കൻഡ് എലിമെൻറ്റ് ഓഫ് ദ അറേ ആണ്. അതിനകത്ത് ഐ എം പുട്ടിങ് എ വാല്യൂ 20. എ ഓഫ് 2 എന്നുള്ളത് തേർഡ് എലിമെൻറ്റ് ഓഫ് ദ അറേ ആണ്. അതിനകത്ത് ഐ എം പുട്ടിങ് എ വാല്യൂ 30. എ ഓഫ് 3-കകത്ത് ഫോർത്ത് എലിമെൻ്റ് ആണ്. ഐ എം പുട്ടിങ് എ വാല്യൂ 40. അപ്പോൾ ഈ അൽഗോരിതം എന്ത് ചെയ്യുന്നു, ആദ്യമേ n റീഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ എ ഓഫ് 0 ടു എ ഓഫ് 3 ഈ സപ്പോസ് n 4 ആണെങ്കിൽ എ ഓഫ് 0 ടു എ ഓഫ് 3 എന്ന് പറഞ്ഞ 4 ലൊക്കേഷൻസിൽ 4 എലിമെൻറ്റ്സ് റീഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, പിന്നെ ചെയ്യുന്നത് അൽഗോരിതം ഒരു കീ എലിമെൻറ്റ് റീഡ് ചെയ്യും. അതും കീബോർഡിൽ കൂടെ റീഡ് ചെയ്യുന്നു. ലെറ്റ് us assume ദാറ്റ് എ കീ എന്ന് പറഞ്ഞത് എലിമെൻറ്റ് ടു ബി സെർച്ച്ഡ്. അത് റീഡ് ചെയ്യും. അത് റീഡ് ചെയ്യാൻ ഞാൻ കീ എന്ന് പറഞ്ഞൊരു മെമ്മറി ലൊക്കേഷൻ ഡിഫൈൻ ചെയ്തു. ഇറ്റ് ഈസ് എ നെയിംഡ് മെമ്മറി ലൊക്കേഷൻ. അതിനകത്ത് ഞാനൊരു വാല്യൂ കൊടുക്കുന്നു, ഒരു 15 കൊടുക്കുകയെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ അൽഗോരിതം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലീനിയർ സെർച്ച് മെത്തേഡ് ഉപയോഗിച്ച് ഈ അറേയിൽ ഈ 15 ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കും. 15 എന്ന് പറഞ്ഞ എലിമെൻ്റ് ഈ അറേയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ സെർച്ച് അൺസക്സസ്ഫുൾ എന്ന് പറഞ്ഞ മെസ്സേജ് പ്രിൻ്റ് ചെയ്യും. 15 എന്ന് പറഞ്ഞ എലിമെൻ്റ് ഈ അറേയിൽ ഉണ്ടെങ്കിൽ സെർച്ച് സക്സസ്ഫുൾ എന്ന് പറഞ്ഞൊരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യും. സോ ദിസ് ഈസ് ദി basic idea of this algorithm work. So in this case, this algorithm, suppose if I am giving the key element as 15 for this particular example, this algorithm will give you a message search unsuccessful. ഇതാണ് ഈ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. ഇനി ഈ അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ അൽഗോരിതത്തിൽ ഒരു n ഫസ്റ്റ് നമ്മൾ ഇൻപുട്ട് ചെയ്യേണ്ടത് n-ൻ്റെ വാല്യൂ ആണ്. n ഇൻപുട്ട് ചെയ്യണം. അപ്പോൾ അതിന്
ഞാൻ ഈ അൽഗോരിതത്തിനെ 1 by 1 ആയിട്ട് ഞാൻ സിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഐ എം യൂസിങ് ഓൺലൈൻ GDB കമ്പൈലർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദ അൽഗോരിതം എന്ന് പറഞ്ഞാൽ start print how many elements. So I am just giving you a printf statement, printf, just putting this printf how many elements എന്നുള്ള ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യുന്നു. how many elements. ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദ അൽഗോരിതത്തിനെ ഞാൻ അതിനെ ഇക്വലൻ്റ് ആയിട്ടുള്ള C കോഡ് എഴുതി കഴിഞ്ഞു. ഇനി തേർഡ് സ്റ്റെപ്പിൽ എന്താ പറയുന്നത്, റീഡ് എ വാല്യൂ n. അപ്പോൾ n എന്ന് പറഞ്ഞ വേരിയബിൾ, n എന്ന് പറയുന്നത് ഈ അൽഗോരിതത്തിൽ ആദ്യമേ ഫൈൻഡ് ഔട്ട് ചെയ്ത വേരിയബിളാണ്. അപ്പോൾ സിയിലോട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ n എന്ന് പറഞ്ഞ വേരിയബിൾ ഹാവ് ടു ബി ഡിക്ലെയർഡ് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ വി വിൽ ഗോ ടു ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ C കോഡിലെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഞാനൊരു ഇൻറ്റിജർ ഡാറ്റയായിട്ട് n ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ റീഡ് എന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള C ഇംപ്ലിമെൻറ്റേഷൻ എഴുതുന്നു. സോ വാട്ട് ഐ വിൽ ഡു ഈസ് ഐ എം ജസ്റ്റ് റൈറ്റിംഗ് റീഡ് എന്നിന് പകരം ഐ എം ജസ്റ്റ് യൂസിങ് റീഡിന് പകരം നമ്മൾ സ്കാനഫ് എന്ന് പറഞ്ഞ ലൈബ്രറി ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. ഈ ലൈബ്രറി ഫംഗ്ഷനിൽ ഇറ്റ് വിൽ റീഡ് ദ ഐ എം യൂസിങ് %d, ampersand n. ഇത് n എന്ന് പറഞ്ഞ വേരിയബിളിനകത്തോട്ട് ഒരു വാല്യൂ റീഡ് ചെയ്തു, എന്നിട്ടത് സ്റ്റോർ ചെയ്യുന്നു. ദിസ് ഈസ് ദി തേർഡ് സ്റ്റെപ്പ് ഓഫ് ദ അൽഗോരിതം എഴുതി. ഇനി ഫോർത്ത് സ്റ്റെപ്പിൽ എന്താണ്, പ്രിൻ്റ് എൻ്റർ അറേ എലിമെൻറ്റ്സ്. ആ ഫോർത്ത് സ്റ്റെപ്പിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് ഞാൻ എഴുതുന്നത്. പ്രിൻറ്റിന് പകരം നമ്മൾ printf എന്ന് പറഞ്ഞ ഇത് ഉപയോഗിക്കും. സിയിൽ എൻ്റർ അറേ എലിമെൻറ്റ്സ്, that is given. ഇനി അടുത്തത് ഫോർത്ത് സ്റ്റെപ്പ് നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള C കോഡ് എഴുതി. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ സെറ്റ് i is equal to 0 and found is equal to 0. ഐയും ഫൗണ്ടും എന്ന് പറഞ്ഞാൽ രണ്ട് നെയിംഡ് മെമ്മറി ലൊക്കേഷനാണ്. അത് നമുക്ക് വേരിയബിൾ എന്നുള്ള ഫോമിൽ C ഇംപ്ലിമെൻറ്റേഷനിൽ ഡിക്ലെയർ ചെയ്യണം. ആദ്യമേ ഐയും ഫൗണ്ടും ഡിക്ലെയർ ചെയ്യുക എന്നുള്ള പ്രക്രിയയാണ് നടത്തേണ്ടത്. സോ നമ്മൾ ഇതിൻ്റെ ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ പോയി ഐ ഡിക്ലെയർ ചെയ്യുന്നു, ഫൗണ്ട് ഡിക്ലെയർ ചെയ്യുന്നു. ഓക്കെ, ഇനി അഗെയിൻ കമ്മിങ് ബാക്ക് ടു സ്റ്റെപ്പ് 5 ഓഫ് ദ അൽഗോരിതം, ഐ ഈക്വൽ ടു 0. ഐ 0 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഐ എം ജസ്റ്റ് റൈറ്റിംഗ് ഐ ഈസ് ഈക്വൽ ടു 0, ഫൗണ്ട് ഈസ് ഈക്വൽ ടു 0. ഈ അൽഗോരിതത്തിൽ ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ എന്ന് പറയുന്നത് അറേനെ ആക്സസ് ചെയ്യാൻ, സീക്വൻഷ്യൽ ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അറേ ഇൻഡെക്സ് വാല്യൂ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വേരിയബിളാണ്. ഫൗണ്ട് എന്ന് പറയുന്ന ഒരു ബൂലിയൻ വേരിയബിളാണ്. ഈ അൽഗോരിതത്തിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം, ഈ എലിമെൻറ്റ് അറേയിൽ പ്രസൻ്റ് ആണെന്നുള്ളതാണ് അർത്ഥം. ഫൗണ്ടിൻ്റെ വാല്യൂ 0 തന്നെയാണെങ്കിൽ ഈ എലിമെൻറ്റ് പ്രസൻ്റ് അല്ല എന്നുള്ളതാണ് അർത്ഥം. അതെങ്ങനെയാണെന്നുള്ളതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ള കാര്യം ലെറ്റസ് കം ടു അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ ഈ സ്റ്റെപ്പ് 5 ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇനി സ്റ്റെപ്പ് 6 പോകുന്നു. റിപ്പീറ്റ് സ്റ്റെപ്സ് 7 through 8 while i less than n. അപ്പോൾ നമ്മൾ റിപ്പീറ്റ് while i less than n എന്ന് പറഞ്ഞ കണ്ടീഷൻ എഴുതുന്നു. ഐ എം ജസ്റ്റ് യൂസിങ് while i less than n. ഈ കണ്ടീഷൻ കൊടുത്തു. ഇനി അതിനൊരു ഓപ്പണിംഗ് കർലി ബ്രേസും ക്ലോസിംഗ് കർലി ബ്രേസും ഇട്ടു. ഇനി വൈലിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു അറേ എലിമെൻറ്റ്സ് 1 by 1 ആയിട്ട് റീഡ് ചെയ്യുന്നു. റീഡ് എ ഓഫ് ഐ. റീഡിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, സ്കാനഫ് ഉപയോഗിക്കുന്നു. സ്കാനഫ് നമ്മൾ ഒരു ഇൻറ്റിജർ ഡാറ്റ ആയിട്ട് തന്നെയാണ് %d, എ ഓഫ് ഐ. എ എന്ന് പറഞ്ഞാൽ അറേ ഡിക്ലെയർ ചെയ്തിട്ടില്ല. എ എന്ന് പറഞ്ഞാൽ ഈ അൽഗോരിതത്തിൽ ഒരു അറേ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ അറേ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല, അത് ആദ്യമേ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ C ഇംപ്ലിമെൻറ്റേഷനിൽ നമ്മൾ ഐ എം ഗോയിങ് ടു ഡിക്ലെയർ എ ആസ് എൻ അറേ ഓഫ് സൈസ് സേ 15 സൈസുള്ള ഒരു അറേ ഡിക്ലെയർ ചെയ്തു. അതൊരു ഇൻറ്റിജർ അറേ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് റീഡ് എ ഓഫ് ഐന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് എഴുതുന്നു. സ്കാനഫ് %d ആംപർസെൻറ്റ് ഉപയോഗിക്കുന്നു. ആംപർസെൻറ്റ് എ ഓഫ് ഐ ഉപയോഗിക്കുന്നു. സോ
this will read the first element of the array. ഇനി അത് കഴിഞ്ഞ് I is equal to I plus 1. അപ്പോൾ ഇതാണ് അൽഗോരിതത്തിൻ്റെ റിപ്പീറ്റ് സ്റ്റെപ്പ്. ഏതൊക്കെയാണ്? റിപ്പീറ്റ് സ്റ്റെപ്സ് 7 through 8 ഓഫ് ദ അൽഗോരിതം. അപ്പോൾ ഈ 7 through 8 എന്താ ചെയ്യുന്നത്? റീഡ് എ ഓഫ് ഐയും I is equal to I plus 1 റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. എപ്പോൾ വരെ? ഐയുടെ വാല്യൂ എന്നുമായിട്ട് സെയിം ആകുന്നത് വരെ. എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദിസ് വിൽ ബി എക്സിക്യൂട്ടഡ് സംവാട്ട് ലൈക്ക് ദിസ്. ആദ്യമേ ഐയുടെ വാല്യൂ 0 ആണ്. ഐയുടെ വാല്യൂ ആദ്യമേ 0 ആണ്. ആദ്യമേ റീഡ് എ ഓഫ് 0 വർക്ക് ചെയ്തു അൽഗോരിതമിക് വേ. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് സി ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ സ്കാൻഎഫ് %d ആംപർസെൻറ്റ് എ ഓഫ് 0 വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഐ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. ഐയുടെ വാല്യൂ പിന്നെ എത്രയായി? 1 ആയി. അഗെയിൻ റിപ്പീറ്റ് 7 through 8 വൈൽ ഐ ലെസ് ദാൻ n. അപ്പോൾ നേരെ മേളി വന്നു. ഐയുടെ വാല്യൂ ഇപ്പോൾ 1 ആണ്. എന്നിൻ്റെ വാല്യൂ എത്രയാണ്? ഞാൻ ലെറ്റസ് അസ്യൂം ദാറ്റ് n ഒരു 4 ആണ് കൊടുത്തതെന്ന് വിചാരിക്കുക. എന്നിൻ്റെ വാല്യൂ 4 ആണ് കൊടുത്തതെങ്കിൽ 0 ലെസ് ദാൻ 4 എന്ന് പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആണ്. 1 ലെസ് ദാൻ 4, ഇപ്പോൾ ഐയുടെ വാല്യൂ 1 ആണ്. 1 ലെസ് ദാൻ 4 എന്ന് പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആണ്. അഗെയിൻ റീഡ് എ ഓഫ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഐയുടെ വാല്യൂ പിന്നെ ഇൻക്രിമെൻറ്റ് ചെയ്യും. ഐയുടെ വാല്യൂ 2 ആകും. അഗെയിൻ ഗോ അപ്പ് 2 ലെസ് ദാൻ 4 എന്ന് പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് അഗെയിൻ റീഡ് എ ഓഫ് ഐയുടെ വാല്യൂ ഇപ്പോൾ 2 ആയി. എ ഓഫ് 2 റീഡ് ചെയ്യുന്നു. ഐ പിന്നെ അഗെയിൻ ഇൻക്രിമെൻറ്റഡ് ടു 3. സോ 3 ലെസ് ദാൻ 4 എന്ന് പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആണ്. റീഡ് എ ഓഫ് 3 എന്ന് പറയുന്നത് എന്താണ്? അഗെയിൻ ഇറ്റ് വിൽ പെർഫോം റീഡ് എ ഓഫ് 3. ഐയുടെ വാല്യൂ എത്രയായി? 4 ആയി. സോ ദിസ് ഈസ് റിപ്പീറ്റഡ്. ഇനി മേളിലോട്ട് വരുമ്പോൾ 4 ലെസ് ദാൻ 4 എന്ന് പറഞ്ഞ കണ്ടീഷൻ ഫാൾസ് ആണ്. സോ ദ കൺട്രോൾ കംസ് ഔട്ട്സൈഡ് ദിസ്. ഈ കണ്ടീഷൻ ഫാൾസ് ആകുന്നതുകൊണ്ട് സ്റ്റെപ്പ് 7, 8 സ്കിപ്പ് ചെയ്ത് സ്റ്റെപ്പ് 10 കൺട്രോൾ വരും. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇതിനകത്ത് n4 ആണ്. 4 എലിമെൻറ്റ്സ് റീഡ് ചെയ്തു. ഈ പ്രക്രിയയാണ് ഇതിൽ നടക്കുന്നത്. സോ ദിസ് ഈസ് ദ വേ ഇൻ വിച്ച് ദിസ് അൽഗോരിതം വർക്ക്സ്. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ സി ഇംപ്ലിമെൻറ്റേഷനിലോട്ട് പോകുമ്പോൾ ചെയ്യുന്നത്. ഇതേ സംഭവങ്ങൾ തന്നെ അതിനെ ഒരു സി ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റേഷൻ വെച്ച് എഴുതിയിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ലെറ്റ് us കം ടു ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദ അൽഗോരിതം. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് 10 വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? എൻറ്റർ ദ എലിമെൻറ്റ് ടു ബി സെർച്ച്ഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. സോ ഐ എം ഗോയിങ് ടു റൈറ്റ് ദ മെസ്സേജ്. ഒരു മെസ്സേജ് printf. പ്രിൻറ്റിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കും? printf എൻ്റർ ദ എലിമെൻറ്റ് ടു ബി സെർച്ച്ഡ്. ഇത് എഴുതുന്നു. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 10 ഓഫ് ദ അൽഗോരിതം എഴുതി. റീഡ് കീ. അപ്പോൾ കീ എന്ന് പറഞ്ഞൊരു വേരിയബിൾ പുതിയ ഒരു നെയിംഡ് മെമ്മറി ലൊക്കേഷനാണ്. അത് ഡിക്ലെയർ ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us കം ഇതിൻ്റെ കൂട്ടത്തിൽ അറേ ഡിക്ലറേഷന് ശേഷം കീ എന്ന് പറഞ്ഞ എലിമെൻറ്റ് ഡിക്ലെയർ ചെയ്യുന്നു. അതിന് റീഡ് കീക്ക് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? വി ആർ യൂസിങ് സ്കാൻഎഫ് %d, ampersand key. Okay. അപ്പോൾ we have completed up to step 11. സ്റ്റെപ്പ് 12 നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ അറയിലെ ഓരോ എലിമെൻറ്റ്സ് എടുക്കുന്നു. ആദ്യത്തെ എലിമെൻ്റ് എടുക്കുന്നു. അത് കീയുമായിട്ട് കമ്പയർ ചെയ്യുന്നു. സെയിം ആണോ എന്ന് നോക്കുന്നു. റീഡ് ചെയ്ത കീ അത് സെയിം അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? അടുത്ത എലിമെൻ്റ് എടുക്കുന്നു. അത് സെയിം ആണോ എന്ന് നോക്കുന്നു. എപ്പോൾ ഈ എലിമെൻറ്റും കീ എലിമെൻറ്റും അറയുടെ എലിമെൻറ്റും സെയിം ആകുന്നു ആ മൊമെൻറ്റിൽ നമ്മൾ ഫൗണ്ടിൻ്റെ വാല്യൂ 1 ആക്കി കൊടുക്കും. അപ്പോൾ അതാണ് ഇനി അടുത്തത്. ഞാൻ അതിൻ്റെ സ്റ്റെപ്പ് 12 പോവുകയാണ്. സ്റ്റെപ്പ് 12 എന്താ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് 12 സെറ്റ് ഐ ഈസ് ഈക്വൽ ടു 0. ഞാൻ ഐയുടെ വാല്യൂ അഗെയിൻ റീസെറ്റ് ടു 0. എന്തിനാണ്? നമ്മൾ അറയിലെ ലീനിയർ സെർച്ചിൽ അറയിൽ എന്താ ചെയ്യുന്നത്? ആദ്യം മുതൽ ഫസ്റ്റ് എലിമെൻ്റ് എടുക്കും. കീ എലിമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യും. സെയിം ആണോ എന്ന് നോക്കും. സെയിം ആണെങ്കിൽ ഫൗണ്ടിൻ്റെ വാല്യൂ
ട്രൂ ആക്കും, അല്ലെങ്കിൽ സെക്കൻഡ് എലിമെൻ്റ് എടുക്കും. ആൻഡ് ദിസ് പ്രോസസ് ഇസ് റിപ്പീറ്റഡ് അൺടിൽ വി റീച്ച് ദി ഫൈനൽ എലിമെൻറ്റ്സ്. അപ്പോൾ ഫൗണ്ടിൻ്റെ വാല്യൂ എപ്പോഴാണോ 1 ആകുന്നത് ആ 1 ആണോ എന്നുള്ള കാര്യം ഇതിന് വെളി വന്ന് ചെക്ക് ചെയ്യും. ഇതാണ് ഇതിനകത്ത് നടക്കുന്നത്. സോ ലെറ്റ് us try to code this particular algorithm. Set I is equal to 0, repeat steps 14 through 16. 14 through 16 എന്ന് പറഞ്ഞ ഇതാണ് ചെയ്യുന്നത്. So let us try 14 through 16. through 17 എന്ന് പറഞ്ഞാൽ ഇതാണ് ചെയ്യുന്നത്. സ്റ്റെപ്സ് 14 through 17 ചെക്ക് നടത്തുന്നു. അപ്പോൾ ആദ്യമേ സെറ്റ് I is equal to 0 while I less than n. അപ്പോൾ നമ്മൾ എന്തെടുക്കുന്നു? We will use the coding part. While I less than n എന്ന് പറഞ്ഞ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അതിനകത്ത് എന്ത് ചെയ്യുന്നു? അതിനകത്ത് എന്തൊക്കെയാണ് കാര്യങ്ങളാണ് നോക്കുന്നത്? ഒരു ഓപ്പണിംഗ് കർലി ബ്രേസ്, ക്ലോസിംഗ് കർലി ബ്രേസ് ഇട്ടു. അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇഫ് എ ഓഫ് ഐ ഇസ് ഈക്വൽ ടു കീ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇഫ് എ ഓഫ് ഐ ഈക്വൽ ടു ഡബിൾ ഈക്വൽ ടു കീയുമായിട്ട് സെയിം ആണെങ്കിൽ, ഐയുടെ വാല്യൂ ആദ്യമേ 0 ആണ്, എ ഓഫ് ഐയും കീയുമായിട്ട് സെയിം ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? വാട്ട് ഈസ് ദ തിങ് ഇൻ സ്റ്റെപ്പ് 15? എന്താണ്? ഫൗണ്ടിൻ്റെ വാല്യൂ 1 ആകുന്നു. ഇനിഷ്യലി നമ്മൾ ഫൗണ്ടിൻ്റെ വാല്യൂ എത്രയായിട്ടാണ് കൊടുത്തത്? 0 ആയിട്ടാണ് കൊടുത്തത്. ഓക്കെ, ഫൗണ്ടിൻ്റെ വാല്യൂ 1 ആയിട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? എൻഡ് ഓഫ് സ്റ്റെപ്പ് ഇഫ് സ്റ്റെപ്പ് 14 നാം വേണമെങ്കിൽ ഈ ഇഫിന് ഒരു ഓപ്പണിംഗ് കർലി ബ്രേസും ക്ലോസിംഗ് കർലി ബ്രേസും കൊടുക്കാം. ദിസ് ഈസ് ദ ക്ലോസിംഗ് കർലി ബ്രേസ് ഓഫ് ഇഫ് ആൻഡ് വി ഹാവ് എൻറ്റഡ് ദി ഇഫ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റെപ്പ് 17 പോകുന്നു. സ്റ്റെപ്പ് 17 I is equal to I plus 1. I is equal to I plus 1. അതാണ് സ്റ്റെപ്പ് 17 ചെയ്യുന്നത്. ഇനി സ്റ്റെപ്പ് 17 നമുക്ക് നോക്കാം. അപ്പോൾ റിപ്പീറ്റ്, അപ്പോൾ 17 വരെയുള്ള സ്റ്റെപ്പുകളാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഈ അൽഗോരിതം വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ലെറ്റ് us go back to this. ഇതിനകത്ത് എന്നിൻ്റെ വാല്യൂ 4 ആണെന്ന് വിചാരിക്കുന്നു. ഫൗണ്ടിൻ്റെ വാല്യൂ കീ റീഡ് ചെയ്തു. ഫൗണ്ടിൻ്റെ വാല്യൂ ഈസ് അഗെയിൻ സെറ്റ് ടു 0 ഫസ്റ്റ്. I എന്ന് പറഞ്ഞ വേരിയബിൾ ഈസ് സെറ്റ് ടു 0. ഇതാണ് ഇതിൻ്റെ വർക്കിങ്ങിൻ്റെ മെത്തേഡ്. അതിനെന്ത് ചെയ്യുന്നു? വൈൽ I ലെസ് ദാൻ n, 0 ലെസ് ദാൻ 4 എന്ന് പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ആദ്യമേ ഇഫ് എ ഓഫ് ഐ ഇസ് ഈക്വൽ ടു കീ എന്ന് പറഞ്ഞാൽ 15 ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എ ഓഫ് 0 10 നോട്ട് ഈക്വൽ ടു കീ. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ ഫാൾസ് ആണ്. ഇതിവിടെ വരും, I ഇൻക്രിമെൻ്റ് ചെയ്യും. ഐയുടെ വാല്യൂ എത്രയാവും? ഐയുടെ വാല്യൂ 1 ആവും. So now the value of I now becomes 1. ഇനി അടുത്തത് എ ഓഫ് 1 ചെക്ക് ചെയ്യും. എ ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു, പിന്നെന്ത് ചെയ്യുന്നു? I 1 ആയതിനു ശേഷം പിന്നെന്ത് ചെയ്യുന്നു? അഗെയിൻ ഗോ അപ്പ് 1 ലെസ് ദാൻ 4. ഈ കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് അഗെയിൻ എ ഓഫ് 1ഉം കീയും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. 20യും 15 they are not equal, so the if condition is false. So again increment the value of I will becomes 2. A of 2 എന്ന് പറഞ്ഞാൽ 30 is compared with 15. രണ്ടും സെയിം അല്ല. അപ്പോഴും ഇഫ് നകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണ്. സോ ഇറ്റ് വിൽ നോട്ട് എക്സിക്യൂട്ട്. ഫൗണ്ട് 1 ആകുന്ന ഇത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അഗെയിൻ കംസ് ടു I ഇൻക്രിമെൻറ്റേഷൻ നടത്തുന്നു. ഐയുടെ വാല്യൂ 3 ആകുന്നു. 3 ലെസ് ദാൻ 4 എന്ന് പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആണ്. എ ഓഫ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 40 ആണ്. 40യും 15ഉം തമ്മിൽ കമ്പയർ ചെയ്യുന്നു. രണ്ടും സെയിം അല്ല. സെയിം അല്ലാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? അഗെയിൻ ഇൻക്രിമെൻറ്റ് ദ വാല്യൂ ഓഫ് I by 1. I becomes 4. 4 ലെസ് ദാൻ 4 എന്ന് പറഞ്ഞ കണ്ടീഷൻ ഫാൾസ് ആണ്. ഈ ലൂപ്പിന് വെളിയിലോട്ട് വരും. ഈ ലൂപ്പിന് വെളിയിലോട്ട് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ലൂപ്പിന് വെളിയിലോട്ട് വരുമ്പോൾ എന്താണ്? ഫൗണ്ടിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഫൗണ്ടിൻ്റെ വാല്യൂ ഈസ് നോട്ട് സെറ്റ് ടു 1 അണ്ടർ എനി സർക്കംസ്റ്റൻസ്. ഫൗണ്ട് ഈസ് ഈക്വൽ ടു, ഫൗണ്ടിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ
സെർച്ച് അൺസക്സസ്ഫുൾ. ഈ പെർട്ടിക്കുലർ കേസിൽ സെർച്ച് അൺസക്സസ്ഫുൾ എന്നുള്ള മെസ്സേജ് പ്രിൻറ്റ് ചെയ്യും, ബിക്കോസ് 15 ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ ദി അറേ. ഇനി അല്ലാത്ത കേസിലാണെങ്കിൽ പ്രിൻറ്റ് സെർച്ച് സക്സസ്ഫുൾ. അപ്പോൾ നമ്മൾ ഇനി 17th സ്റ്റെപ്പ് ഒന്ന് എഴുതാൻ പോവുകയാണ്. 17th സ്റ്റെപ്പിൽ എന്താണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? ഈ ഫൗണ്ട് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇഫ് ഫൗണ്ട് ലോജിക്കൽ ഈക്വൽ ടു ഫൗണ്ട് ഡബിൾ ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഫൗണ്ട് ഒരിക്കലും ഫൗണ്ടിൻ്റെ വാല്യൂ ഈസ് അപ്ഡേറ്റഡ് ടു 1 എന്നുള്ള കണ്ടീഷൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? The search is unsuccessful. Printf the search is unsuccessful. This message is printed. Else, if found is not equal to 0, that means found is 1, 0 അല്ലാത്ത എലിമെൻ്റ് ആണ്. that means foundൻ്റെ വാല്യൂ 1 ആണെങ്കിൽ എന്താണ് അർത്ഥം? പ്രിൻറ്റ് സെർച്ച് printf search printf search successful. This is the implementation of this algorithm. End of this else, and after that there is a end of if step 17. One more bracket is extra, I think. So that is the end of this particular algorithm. So let us see how it works. ഞാനിത് റൺ ചെയ്യാൻ നോക്കുകയാണ്. ലെറ്റ് us see how it will work. ഇതിനകത്ത് you have to select, ഇതിനകത്ത് സെലക്ട് പോർഷനിൽ സി പ്രോഗ്രാം ആണെന്ന് സെലക്ട് ചെയ്യണം. ഇനി റൺ ചെയ്ത് നോക്കണം. അത് കമ്പൈൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എൻ്റർ ഹൗ മെനി എലിമെൻറ്റ്സ്, നേരത്തെ കൊടുത്തത് തന്നെ നമ്മൾ കൊടുക്കുന്നു. 4 എലിമെൻറ്റ്സ് കൊടുക്കുന്നു. എൻ്റർ ദ അറേ എലിമെൻറ്റ്സ് 10, 20, 30, 40. ഇനി എൻ്റർ ദ എലിമെൻറ്റ് ടു ബി സെർച്ച്ഡ് 15. ദാറ്റ് ഈസ് ദ കീ എലിമെൻറ്റ്. ദ സെർച്ച് ഈസ് അൺസക്സസ്ഫുൾ. ഇനി ഒരു സക്സസ്ഫുൾ കേസും കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. Let us put the element number of how many elements? 4. I am just putting 10, 20, 30 and 40. Enter the element to be searched. ഞാനൊരു 30 കൊടുക്കുന്നു. Let us see how whether it is work. So the search is successful. അപ്പോൾ രണ്ട് പെർട്ടിക്കുലർ കേസിലും ഇത് വർക്ക് ചെയ്തു. ഇനി let us now trace the working of this particular algorithm using the online GNU debugger, and let us see how it works. So let us stop the running and let us debug this particular program. So GDB debuggerലോട്ട് വരുന്നു. അതിനകത്ത് നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുന്നു? നമ്മൾ ആദ്യമേ ഏതൊരു പ്രോഗ്രാം ഡീബഗ് ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഏതെങ്കിലും ഒരു ലൈനിൽ ഒരു ബ്രേക്ക് പോയിൻ്റ് ഇൻസേർട്ട് ചെയ്യണം. ബ്രേക്ക് പോയിൻ്റ് ഇൻസേർട്ട് ചെയ്യാൻ നമ്മൾ GDBയിൽ ഏത് കമാൻഡ് ഉപയോഗിക്കുന്നു? നമ്മൾ 14th എന്ന് പറഞ്ഞ ലൈനിലോട്ടൊരു ബ്രേക്ക് പോയിൻ്റ് ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് ഞാൻ ബി എന്ന് പറഞ്ഞ കമാൻഡ് ഉപയോഗിക്കുന്നു. ബി സ്പേസ് ലൈൻ നമ്പർ 14th ലൈൻ നമ്പറിൽ ഒരു ബ്രേക്ക് പോയിൻ്റ് ഇൻസേർട്ട് ചെയ്യുകയാണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ബി സ്പേസ് 14. സോ ഒരു ബ്രേക്ക് പോയിൻ്റ് ഇൻസേർട്ട് ചെയ്തു. ദാറ്റ് മീൻസ് ഈ പെർട്ടിക്കുലർ ലൈനിൽ ഇത് കഴിഞ്ഞ് ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഈ ലൈനിൽ വന്നിട്ട് വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ഓരോ ലൈൻ ബൈ ലൈനായിട്ട് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തിട്ട് അതെങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യമേ ഞാൻ എന്ത് ചെയ്യുന്നു? ഇത് ബ്രേക്ക് പോയിൻ്റ് ഇൻസേർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് റൺ ചെയ്യാനായിട്ട് നമ്മൾ R എന്ന് പറഞ്ഞ ഓപ്ഷനാണ്, R ഫോർ റണ്ണിങ്. ആ റണ്ണിങ് ഓപ്ഷൻ നമ്മൾ കൊടുത്തു. റൺ കൊടുത്തു കഴിയുമ്പോൾ എവിടെ വന്ന് നിന്നു? ഈ പെർട്ടിക്കുലർ ലൈനിൽ വന്ന് നിന്നു. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് എ എന്ന് പറഞ്ഞ അറേ, ഈ റൈറ്റ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എ എന്ന് പറഞ്ഞ അറേയിൽ ഇപ്പോൾ ഡാറ്റ ഒന്നുമില്ല. എന്നിനകത്ത് ഒരു വലിയ നെഗറ്റീവ് വാല്യൂ ആണ്. ഐയുടെ വാല്യൂ 0 ആണ്. ഫൗണ്ടിൻ്റെ വാല്യൂ 0 ആണ്. ആദ്യമേ വരുമ്പോൾ തന്നെ നമുക്ക് 14th ലൈൻ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും?
നെക്സ്റ്റ് എന്ന് പറഞ്ഞ എൻ കമാൻഡ് ഉപയോഗിക്കുമ്പോൾ 14th ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ എൻ്റർ ഹൗ മെനി എലിമെൻറ്റ്സ് എന്നുള്ള ഈ മെസ്സേജ് ഇവിടെ പ്രിൻ്റ് ചെയ്ത് വന്നു. ഓക്കെ, അടുത്ത ലൈനിൽ തൊട്ട് മുമ്പേ വന്ന് നിന്നു സ്കാൻഎഫ്. അപ്പോൾ നമുക്കത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഞാൻ നെക്സ്റ്റ് കൊടുക്കുന്നു. ഞാൻ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ എ ഡാറ്റ ടു ബി എൻറ്റേർഡ്. എന്നിൻ്റെ വാല്യൂ ഇപ്പോൾ ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. ഞാനൊരു ഡാറ്റ യു ക്യാൻ സി റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു നെഗറ്റീവ് വാല്യൂ ആണ് എന്നിൻ്റെ കിടക്കുന്നത്. ഞാനൊരു വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ആ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ലെറ്റസ് സി ഞാനൊരു 4 കൊടുത്ത് ഞാൻ എൻ്റർ ചെയ്യുവാണ്. ലെറ്റസ് സി ഹൗ ഇറ്റ് വർക്ക്സ്. കണ്ട, ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ 4 ആയി മാറി. സോ യു ക്യാൻ സി എന്നിൻ്റെ വാല്യൂ 4, ഐയുടെ വാല്യൂ 0, ഫൗണ്ടിൻ്റെ വാല്യൂ 0 ആയി. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? പ്രിൻ്റ് ഓഫ് എൻ്റർ അറേ എലിമെൻറ്റ്സിൽ വന്നാൽ നിൽക്കുന്നത്. അത് റൺ ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് കൊടുത്ത് ഞാൻ റൺ ചെയ്തു. അപ്പോൾ എൻ്റർ അറേ എലിമെൻറ്റ്സ് എന്നുള്ള മെസ്സേജ് അതിൻ്റെ അടുത്ത ലൈനിൽ പ്രിൻ്റ് ചെയ്ത് വന്നു. 17ാമത്തെ ലൈന് ആണ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ഞാൻ നെക്സ്റ്റ് കൊടുത്തുന്നു. അതിനകത്ത് എന്താ ഉള്ളത്? 17ാമത്തെ ലൈനിൽ i = 0, ഫൗണ്ട് = 0. അത് ചെയ്തു. ഐയുടെ വാല്യൂവും ഫൗണ്ടിൻ്റെ വാല്യൂവും 0, ഓൾറെഡി 0 ആണ്. അത് ഇതിനകത്ത് സെറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്തു? വൈൽ i ലെസ് ദാൻ n എന്ന് പറഞ്ഞ കണ്ടീഷനിലോട്ടാണ് പോകുന്നത്. അത് നോക്കാം. വൈൽ i ലെസ് ദാൻ n, അത് നമുക്ക് i ലെസ് ദാൻ n ട്രൂ ആണോ? ഐയുടെ വാല്യൂ 0 ആണ്, എന്നിൻ്റെ വാല്യൂ 4 ആണ്. അത് നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. p സ്പേസ് i ലെസ് ദാൻ n എന്താണെന്ന് നോക്കാം. അത് p എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് ചെയ്യാനാണ്. നോക്കും, കണ്ട, ഇറ്റ്സ് റിട്ടേൺസ് എ വാല്യൂ 1 ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദിസ് കണ്ടീഷൻ ഈസ് ട്രൂ. i ലെസ് ദാൻ n എന്ന് പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആണെന്ന് കാണിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഏത് ലൈനിൽ വരുന്നു? നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇഫ് a of i is equal to key a of 0 എന്ന് പറയുന്നത് എന്താണ്? എൻ്റർ അത് കഴിഞ്ഞ് സ്കാൻഎഫ് %d ആമ്പർസെൻഡ് a of i എന്നുള്ള ഇതിലോട്ട് പോകുന്നു. നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ എന്താണ്? വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ അറയിൽ ആദ്യമേ ഒരു 1 കിടപ്പുണ്ട്. ഞാൻ ആദ്യമേ ഒരു 10 കൊടുക്കുന്നു. 10 കൊടുക്കുമ്പോൾ ഇതിനകത്ത് ചേഞ്ചസ് വരുന്നത് നോക്കാം. യു ക്യാൻ സി the array elements in the right hand side. So the 10 gets added as the first element in the array. You can see in the right hand side ഞാനത് ബ്ലോക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. a of 0ൽ 10 വന്നു. ഇനി എന്ത് ചെയ്യുന്നു? ഐയുടെ വാല്യൂ i+1. ഐയുടെ 21ാമത്തെ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് കൊടുക്കുന്നു. ഞാൻ GDBയിൽ നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ എന്താണ്? അഗെയിൻ ഗോ അപ്പ് ആൻഡ് i ലെസ് ദാൻ n എന്ന് പറഞ്ഞ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അത് ട്രൂ ആണ്. നമുക്ക് നോക്കാം, പ്രിൻ്റ് ചെയ്ത് നോക്കാം. p സ്പേസ് i ലെസ് ദാൻ n, ദിസ് കണ്ടീഷൻ ഈസ് ട്രൂ ഇറ്റ് സെൽഫ്, ദാറ്റ് ഈസ് 1. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റെപ്പ് നമ്പർ 20ലോട്ട് വരുന്നു. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ സ്റ്റെപ്പ് നമ്പർ 20യുടെ തൊട്ട് മുമ്പിൽ വരുന്നു. ആ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് സ്കാൻഎഫ് %d ആമ്പർസെൻഡ് a of i, ഐയുടെ വാല്യൂ ഇപ്പോൾ എത്രയായി? 1 ആയി. ഓക്കെ, ഈ 1 a of 1 ലോട്ട് ഡാറ്റ റീഡ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ നെക്സ്റ്റ് കൊടുക്കുന്നു. ഈ പുതിയ ഡാറ്റ കൊടുക്കുന്നതിന് മുമ്പേ അവിടെ രണ്ടാമത്തെ വാല്യൂ 0 ആയിട്ടാണ് കിടക്കുന്നത്. നമ്മളിത് കൊടുത്തു കഴിയുമ്പോൾ, ഡാറ്റ കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. നെക്സ്റ്റ് കൊടുത്തു. ഇറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ ദ ഡാറ്റ ടു ബി എൻറ്റേർഡ് ബൈ ദ യൂസർ. ഞാൻ 20 കൊടുത്തു. യു ക്യാൻ സി 20 ഗെറ്റ് സ്റ്റോർഡ് ഇൻ ദ സെക്കൻഡ് ലൊക്കേഷൻ ഇൻ ദ അറേ. റൈറ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും 20 സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യുന്ന സ്റ്റെപ്പിലാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് കൊടുക്കുന്നു. ഐയുടെ വാല്യൂ ഇപ്പോൾ എത്രയായി? 1 ആണ്. അതൊന്ന് നെക്സ്റ്റ് ഒന്നും കൂടെ കൊടുക്കുമ്പോൾ ഐയുടെ വാല്യൂ ഇപ്പോൾ 2 ആയി. അഗെയിൻ ഗോ ടു ദ നെക്സ്റ്റ്. അപ്പോൾ ഈ 2 ആയിട്ട് എവിടെ വന്നു? ഐ ലെസ് ദാൻ n എന്ന് പറഞ്ഞ കണ്ടീഷനിലോട്ട് വരുന്നു. അതിലോട്ട് ഞാൻ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഐയുടെ വാല്യൂ 2 ലെസ് ദാൻ 4 എന്ന് പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ അഗെയിൻ കം ഇൻസൈഡ് ദ ബോഡി ഓഫ് ദി വൈൽ ലൂപ്പ്. പിന്നെയും നെക്സ്റ്റ് കൊടുക്കുന്നു. ഐ ആം പുട്ടിങ് ദ നെക്സ്റ്റ് വാല്യൂ 30. ഇപ്പോൾ എൻ്റർ ചെയ്യുന്നതിന് മുമ്പേ ഈ അറയിൽ ഈ വാല്യൂ ആണ്, ഒരു വലിയ വാല്യൂ ആണ് കിടക്കുന്നത്. ഈ വാല്യൂ ഇൻപുട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. സോ നൗ ഇറ്റ് ഈസ് ചേഞ്ച്ഡ് ടു 30. സോ പിന്നെയും നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. ഐ ഇപ്പോൾ എത്രയായി? 2ൽ നിന്ന് 3 ആയി മാറി. ഐയുടെ വാല്യൂ 3 ആയി മാറി. ഇനി നമ്മൾ ഇവിടെ വന്നു. നെക്സ്റ്റ് കൊടുക്കുന്നു. 3 ലെസ് ദാൻ 4 എന്ന് പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആണ്. അഗെയിൻ നെക്സ്റ്റ്
റീഡിങ് ഞാനൊരു 40 കൊടുത്തു. ഐയുടെ വാല്യൂ പിന്നെ ഇൻക്രിമെൻ്റ് ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ ഐയുടെ വാല്യൂ എത്രയായി? 4 ആയി. ഇനി ഐ ലെസ് ദാൻ എൻ എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്തായി മാറും? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. പി സ്പേസ് ഐ ലെസ് ദാൻ എൻ. നൗ ഇറ്റ് ബിക്കംസ് 0. പ്രിൻ്റ് ഐ ലെസ് ദാൻ എൻ. നൗ ഇറ്റ് ബിക്കംസ് 0. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ദ കണ്ടീഷൻ ഇൻ ദ വൈൽ ലൂപ്പ് ഇപ്പോൾ ഫാൾസ് ആവുന്നു. ദ കൺട്രോൾ കംസ് ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ദി വൈൽ ലൂപ്പ്. സോ ഇറ്റ് കംസ് ടു എവിടെ വരും? സ്റ്റെപ്പ് നമ്പർ 23 വരും. ഇത്രയും കാര്യമാണ്. ഇതിൻ്റെ ഒരു n എലിമെൻറ്റ്സ് ഒരു അറയിൽ സ്റ്റോർ ചെയ്യുന്ന 4 എലിമെൻറ്റ്സ് നമ്മൾ ഈ അറയിൽ സ്റ്റോർ ചെയ്തു. ഈ അറയിൽ ബാക്കിയുള്ള സ്പേസ് കാണിച്ചത് എന്തിനാണ്? നമ്മൾ ഈ അറയുടെ സൈസ് 15 കൊടുത്തുകൊണ്ട് 15 സ്പേസ് റിസർവ് ചെയ്തിട്ടുണ്ട്. അതിൽ പക്ഷേ 4 എലിമെൻറ്റ്സേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ, സ്റ്റോർ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഇനി ലൈൻ നമ്പർ 23 വന്നു. നമ്മൾ പിന്നെ നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തപ്പോൾ എൻ്റർ ദ എലിമെൻറ്റ് ടു ബി സെർച്ച്ഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് അടുത്ത ലൈൻ എന്ന് പറഞ്ഞാൽ ലൈൻ നമ്പർ 24 സ്കാനഫ് %d ആമ്പസൻ കീ. അതിനകത്ത് നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തിട്ട് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഒരു 40 കൊടുക്കാൻ പോവാണ്. അതാണ് കീ എലിമെൻറ്റ് ടു ബി സെർച്ച്ഡ് എന്ന് കൊടുക്കുന്നത്. ഞാൻ അപ്പോൾ കീയുടെ വാല്യൂ ഇപ്പോൾ എത്രയായി? 40 മാറി. സോ യു ക്യാൻ സി ദ വാല്യൂ ഓഫ് കീ ഈസ് 40. ഇനി സ്റ്റെപ്പ് ലൈൻ നമ്പർ 25 വന്നു. നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഐയുടെ വാല്യൂ എത്രയായി? നൗ ദ വാല്യൂ ഓഫ് ഐ വിൽ ബിക്കംസ് 0. സോ യു ക്യാൻ സി ദാറ്റ് ദ ഐ ഈസ് അഗൈൻ റീസെറ്റ് ടു 0 ഹിയർ. ഓക്കെ, യു ക്യാൻ സി. ഇനി നമ്മൾ പിന്നെ നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തപ്പോഴത്തേക്കും ലൈൻ നമ്പർ 26 ആണ് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. യു ക്യാൻ സി ദിസ് ഈസ് ദ ലൈൻ നമ്പർ 26 വിച്ച് ഇസ് ഗോയിങ് ടു ബി എക്സിക്യൂട്ടഡ്. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഐ ലെസ് ദാൻ എൻ, 0 ലെസ് ദാൻ 4 എന്ന് പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആണ്. ഇനി എ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ 0 ആണ്. എ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ 10 ആണ്. അത് നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. പി സ്പേസ് എ ഓഫ് ഐ എന്താണെന്ന് നോക്കാം. നൗ ഇറ്റ് ഈസ് 10. എ ഓഫ് ഐ ഈസ് 10 ആൻഡ് ദ കീ വാല്യൂ ഈസ് പി ഈസ് ഈക്വൽ ടു പി സ്പേസ് കീ വാല്യൂ ഈസ് 40. എ ഓഫ് ഐ ഈസ് ഈക്വൽ ടു കീ ഈസ് ഫാൾസ്. അതിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. പി സ്പേസ് എ ഓഫ് ഐ ഡബിൾ ഈക്വൽ ടു കീ. ഇതിൻ്റെ വാല്യൂ 0 ആണ്, ഫാൾസ് ആണ്. എന്തുകൊണ്ടാണ്? എ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ 10 ആണ്, കീ എന്ന് പറഞ്ഞാൽ 40 ആണ്. എ ഓഫ് ഐ ഡബിൾ ഈക്വൽ ടു കീ ഈസ് ഫാൾസ്. ഫാൾസ് ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇഫിനുള്ളിലോട്ടുള്ള കൺട്രോൾ പോകത്തില്ല, ഫൗണ്ട് റീസെറ്റ് ചെയ്യത്തില്ല. ഐ ഈസ് അഗെയിൻ സെറ്റ് ടു നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് ഐ ഈസ് ഈക്വൽ ടു i+1 കൺട്രോൾ വന്നു. നെക്സ്റ്റ് കൊടുത്തു. സോ ദിസ് ഈസ് റിപ്പീറ്റഡ് ഫോർ ദ നെക്സ്റ്റ് it is repeated for the now it is the third element. Now fourth element വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഫോർത്ത് എലിമെൻ്റ് എന്ന് പറഞ്ഞാൽ കീ, പി സ്പേസ് കീയുടെ വാല്യൂ എത്രയായി? കീയുടെ വാല്യൂ 40 ആയി. പി സ്പേസ് എ ഓഫ് ഐ എത്രയാണെന്ന് നോക്കുക. എ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ആണ്. So this process is repeated and the debugging is done like this. So this is the way in which it will work. So this is the way in which a linear search algorithm works. അപ്പോൾ ഇതുപോലെയാണ് നമ്മളൊരു ലീനിയർ സെർച്ച് അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യുന്നതും അതിനെ ഡീബഗ് ചെയ്യുന്നതും. അപ്പോൾ ഇത് എനിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. I am stopping this video session so that in the next video we will discuss more about bubble sort algorithm and let us discuss in detail about how a bubble sort works. So that's all for today's session. Thank you all for patiently